ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രൈഡൽ സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് നമുക്ക് ഗേൾസിന് മാത്രമല്ല ബോയ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ പാക്കാണ്. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല നമ്മുടെ ബോഡി ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു പാക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ പാക്കാണ്. ഇത് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ, പിന്നെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ്, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നാച്ചുറൽ ഗ്ലോ ആക്കി നിർത്താൻ ഈ പാക്ക് സഹായിക്കും. നമ്മുടെ സ്കിന്നിനെ നല്ലോണം എക്സ്ഫോലിയേറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കാനും, അതുപോലെ തന്നെ നമ്മുടെ മൊത്തം സൺ ടാൻ, കറുത്ത പാടുകൾ, കറുത്ത കുത്തുകൾ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുഖം ഒന്ന് നല്ല ലൈറ്റിനാക്കാനും ഈ പാക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നല്ലതാട്ടോ. ഇത് നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ ബെറ്റർ ആയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ചയെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ചേഞ്ച് മനസ്സിലാവാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് തൈരാണ്. തൈര് നമ്മുടെ മുഖത്തെ കരുവാളിപ്പ് മാറാനും സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനും, പിന്നെ തൈര് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല ലൈറ്റനാവാനും തൈര് നല്ലതാട്ടോ. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവാണ്. കടലമാവ് നല്ലൊരു എക്സ്ഫോലിയേറ്റർ ആണ്. ഇത് നമ്മുടെ മുഖക്കുരു മാറാനും സ്കിന്ന് നല്ലപോലെ ക്ലെൻസ് ചെയ്യാനും കടലമാവ് നല്ലതാട്ടോ. അപ്പോൾ 1 സ്പൂൺ കടലമാവ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബീട്രൂട്ടിൻ്റെ നീരാണ്. ഇത് നമ്മുടെ ഫേസ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ കിട്ടാനും പിഗ്മെൻറ്റേഷൻ മാറാനും അതുപോലെ നമ്മുടെ ഫേസ് നല്ലപോലെ ലൈറ്റൻ ആവാനും ബീട്രൂട്ട് ജ്യൂസ് നല്ലതാട്ടോ. അപ്പോൾ ഇത് 3 കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോൾ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്യാൻ തയ്യാറാക്കിയത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഒന്ന് നിൽക്കണം. അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ. ഇപ്പം ഞാൻ പാക്ക് എൻ്റെ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഫേസ് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫേസിലുണ്ടായ ആ ഒരു ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിപ്പം ഏത് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഏതാണെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് അലോവേര ജെൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അലോവേര ജെല്ലാട്ടോ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 ദിവസങ്ങളിൽ നമുക്കിത് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് 2 ആഴ്ചയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടണ എന്താ റിസൾട്ട് എന്ന് വെച്ചാൽ കമൻറ്റിൽ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിലായിരിക്കും ടാറ്റാ.